SFIക്കാരുടെ വിചാരം എന്താണ്? മുഖ്യമന്ത്രി എന്നൊരാൾ കൂടെയുണ്ട് എങ്കിൽ ആരെയും എന്തും ചെയ്തു കളയാം എന്നാണോ ഇവർ വിചാരിച്ചു വച്ചേക്കുന്നത്? കേരളത്തിലെ ഗവർണറോട് SFI കാണിക്കുന്ന ഈ നെറികെട്ട രീതി അതൊരിക്കലും അംഗീകരിച്ച് നൽകാൻ കഴിയുന്ന ഒന്നല്ല. ഒരു ഗവർണറെ പറയേണ്ടതാണോ ഇവരൊക്കെ പറയുന്നത്? ഒരു ഗവർണറോട് പെരുമാറേണ്ട രീതിക്കാണോ ഇവരൊക്കെ പെരുമാറുന്നത്? ഗവർണർ തരം താഴ്ന്നു എന്നാണ് പലരും പറയുന്നത്. SFI ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ചങ്കുറപ്പോടെ നിന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നതാണോ ഗവർണർ ചെയ്ത തരം താഴ്ന്ന പരിപാടി? മരുമകനും അമ്മായിയച്ഛന് ഒത്താശ ചെയ്തുകൊണ്ട് ഇന്നലെ രംഗത്തെത്തിയത് കണ്ടു. അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഗവർണറുടെ സ്ഥാനത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാണ് ഗവർണർക്കെതിരെ മുഹമ്മദ് റിയാസ് ആഞ്ഞടിച്ചത്. ഒരു കാര്യം ചോദിക്കട്ടെ സഹാക്കളെ, അന്തം കമ്പികളെ, നിങ്ങളുടെ മുഖ്യമന്ത്രി വഴിയിലുടനീളം പോകുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ജനദ്രോഹപരമായ കാര്യങ്ങൾക്ക് അവർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ അവരെ തല്ലിച്ചതയ്ക്കുന്ന കേരള പോലീസ്, മുഖ്യമന്ത്രിയുടെ ഒത്താശയുടെ പല കാര്യങ്ങളും ചെയ്യുന്ന കേരള പോലീസ്, അതിന് തെറ്റില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് തലയടിച്ചു പൊട്ടിച്ചതിന് തെറ്റില്ല. കറുത്ത തുണിയോ കറുത്ത കുടയോ കണ്ടാൽ മുഖ്യന് കാലിളകുമെന്ന് കരുതിക്കൊണ്ട് അതുപോലും ഇടാൻ സമ്മതിക്കാതെ പൊതിച്ചോറ് വരെ വാങ്ങാൻ നിൽക്കുന്ന കറുത്ത ഷർട്ടിട്ടവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. ഒരു ബാനർ കെട്ടിയത് അത് കെട്ടാൻ പാടില്ല, ആ ബാനർ അഴിക്കണമെന്ന് ഗവർണർ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ തെറ്റ്. അപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ഏകാധിപത്യമായ രീതികളൊക്കെ കണ്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ണടച്ചിരിക്കണമോ? ധൂർത്ത് നടത്തി കേരള ഖജനാവ് കാലിയാക്കി വച്ചിട്ടും ഒരു കൂസലുമില്ലാതെ നവകേരള യാത്രയെന്ന് പറഞ്ഞ് കോടികൾ ചിലവാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂർ നടത്തുന്നു. പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞിട്ട് മുഖ്യൻ തന്നെ ചോദിക്കുന്നു, പരാതി സ്വീകരിക്കാനല്ല ഞങ്ങൾ വരുന്നത്, അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റി വെച്ചോളൂ, ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ചെയ്ത കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിളമ്പാനാണ്. ഇതാർക്കാണ് കേൾക്കേണ്ടത്? എന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ദ്രോഹിച്ച് കണ്ണീര് കുടിപ്പിച്ച് അവരെ എത്രത്തോളം അവരുടെ ജീവിത സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാർ എങ്ങനെയെങ്കിലും 5 കൊല്ലം തികച്ചിറങ്ങിപ്പോയാൽ മതിയെന്ന് ജനങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു സർക്കാരിനെയാണല്ലോ ഞങ്ങൾ വീണ്ടും വിജയിപ്പിച്ചത്, ഇനി ഇവരെ കേറ്റില്ല എന്ന് അന്തം കമ്മികൾ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഗവർണർ ബാനർ അഴിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളിപ്പോയത്. ആദ്യം നിങ്ങളുടെ മുഖ്യനെ നിലയ്ക്ക് നിർത്താൻ നിങ്ങളൊക്കെ പഠിക്കൂ. ആദ്യം എന്തിനാണ് അധികാരത്തിൽ കയറിയത്? അധികാരം കൊണ്ട് സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അധികാരം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അധികാരം കയ്യിൽ തന്നത് എന്ന് ആദ്യം നിങ്ങളുടെ മുഖ്യനെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കൂ. എന്നിട്ട് നാട്ടുകാരുടെയും ഗവർണറുടെയും നെഞ്ചത്ത് കയറും.